ഏകജാതൻ, ഗ്രീക്കിൽ മൊണോഗനസ് എന്ന് പറയും. സഹോദരങ്ങൾ ഇല്ലാത്തവൻ. ഇസഹാക്കിനെക്കുറിച്ചും ഏകജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാഗ്ദത്ത സന്തതിയാകിയാലാണ് ആ പ്രയോഗം. ഹാഗാറിൽ ജനിച്ച ഇശ്മായേലും കെത്തൂറയിൽ ജനിച്ച മക്കളും വാഗ്ദത്തപ്രകാരമുള്ളവർ ആയിരുന്നില്ല. ഉൽപ്പത്തി 22, 2, 12, 16 വാക്യങ്ങൾ. അബ്രഹാം ഏകജാതനെ അർപ്പിച്ചത് എബ്രായ ലേഖനകാരനും എടുത്തു പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11 അധ്യായം 18 വാക്യം. വിലാപത്തിൻ്റെ കാഠിന്യം വ്യക്തമാക്കുവാൻ ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ എന്ന് പറയാറുണ്ടായിരുന്നു. യെരമ്യാ പ്രവചനം 6 അധ്യായം 26 വാക്യം, ആമോസിൻ്റെ പ്രവചനം 8 അധ്യായം 10 വാക്യം, സഖറിയ പ്രവചനം 12 അധ്യായം 10 വാക്യം. ഏകപുത്രനോടുള്ള വാത്സല്യം അപ്രമേയമാണ്. സദൃശവാക്യം 4:3. യേശുക്രിസ്തു ഉയർപ്പിച്ചവരിൽ യായിറോസിൻ്റെ മകൾ ഏകജാതയും ലൂക്കോസ് 8:42. നയീനിലെ വിധവയുടെ മകൻ ഏകജാതനും ലൂക്കോസ് 7:12 ആയിരുന്നു. യേശു സൗഖ്യമാക്കിയ അശുദ്ധാത്മബാധിതനായ ബാലനും പിതാവിന് ഏകജാതനായിരുന്നു. ലൂക്കോസ് 9:38. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ഏകജാതൻ എന്ന പ്രയോഗം അധികം പ്രയോഗിച്ച് കാണുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് ക്രിസ്തു. യോഹന്നാൻ 1 അധ്യായം 14, 18, 3 അധ്യായം 16, 18 വാക്യങ്ങൾ, 1 യോഹന്നാൻ 4 അധ്യായം 9 വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നാം അവനാൽ ജീവിക്കേണ്ടതിനാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഏകജാതൻ്റെ ക്രൂശുമരണം മുഖാന്തരമാണ് നമുക്കേവർക്കും നിത്യരക്ഷ സൗജന്യമായി കൃപയാൽ വിശ്വാസം മൂലം ലഭിക്കുന്നത്.